കർത്താവ് എന്നോട് ചോദിച്ച ചോദ്യം, ഞാനത് പറഞ്ഞിട്ട് ഇരിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിക്കും. അച്ഛൻ പറഞ്ഞു എന്നോട് പലവട്ടം ചോദിച്ച് എൻ്റെ ഹൃദയം അങ്ങ് വളരെ തകർന്നു പോവുക. ആമേൻ. അപ്പം ആ കർത്താവ് ചോദിച്ച ചോദ്യം ഒരിക്കലും എനിക്കും കുഞ്ഞുവച്ചാനും സന്തോഷം തന്നതല്ല, ഞങ്ങൾക്ക് വേദന തന്ന ചോദ്യമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ആ ചോദ്യം ഇങ്ങനെയാണ്: യേശുവിൽ വന്നിട്ട് എത്ര വർഷമായെന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈബിളിന്റെ പുറത്ത് നമ്മൾ സ്നാനപ്പെട്ട ഡേറ്റ് എഴുതിയിട്ടവരുണ്ടായിരിക്കാം. ഞാൻ ഇത്ര വർഷമായി, പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഡേറ്റ് വരെ എഴുതിയിട്ടവര് ഉണ്ടായിരിക്കാം. പക്ഷെ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഡേറ്റ് ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ. എങ്ങനെയൊക്കെയോ എപ്പോഴൊക്കെയോ പ്രാപിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം ഇതെല്ലാം നമ്മൾ കണക്കൂട്ടി 25 വർഷം, 19 വർഷം, 14 വർഷം, 7 വർഷം, 2 ദിവസം, ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ഈ 15 വർഷം വിശ്വാസ ജീവിതത്തിൽ നിലനിന്ന ഒരു വ്യക്തിയോട് യേശു വന്നിട്ട് ചോദിക്കുക, നീ എന്നെ അറിഞ്ഞിട്ട് എത്ര വർഷമായി? എന്നാൽ നമ്മൾ വലിയ ക്രെഡിറ്റ് പറയും. കാരണം ആമേൻ, എന്നെ ക്രെഡിറ്റ് കാണിച്ചാലും സ്വർഗത്തിന്റെ പ്രതിഫലം നമ്മൾ ചിന്തിക്കുന്ന നിലയിലല്ല. ഹല്ലേലൂയ. 9-ാം മണി നേരത്ത് വന്നവനും 3-ാം മണി നേരത്ത് വന്നവനും 6-ാം മണി നേരത്ത് വന്നവനും അവസാന നിമിഷം വന്നവനും ഒരേപോലെ കൂലി കണക്കിട്ട ദൈവമാണ്. സ്തോത്രം. അതുകൊണ്ട് നിന്റെ വർഷം എഴുതിയ പേപ്പർ അങ്ങ് കീറിക്കളയുന്നതായിരിക്കും നല്ലത്. കീറിക്കളഞ്ഞിട്ട് നീ മാനസാന്തരപ്പെടണം. പറഞ്ഞു പിടികിട്ടിയോ? ഹല്ലേലൂയ. ആ വർഷത്തിന്റെ പാരമ്പര്യം കീറിക്കളഞ്ഞിട്ട് നീ ഒന്ന് മാനസാന്തരപ്പെടുവാണെങ്കിൽ ആമേൻ, അതേ പ്രതിഫല തുക നിനക്കും കിട്ടും. ഹല്ലേലൂയ. നെഗളികളോട് ദൈവം എതിർത്ത് നിൽക്കും എന്ന് പറഞ്ഞാൽ ഒരു കാരണത്താലും നെഗളിക്കാൻ പാടില്ല. ശുശ്രൂഷയിൽ നെഗളിക്കാൻ പാടില്ല, ആത്മീകതയിൽ നിഗളിക്കാൻ പാടില്ല. ദൈവം നിന്റെ കരങ്ങളാൽ ഒരുപക്ഷെ ചെയ്ത അത്ഭുതങ്ങൾ നിമിത്തം നിഗളിക്കാൻ പാടില്ല. ഹല്ലേലൂയ. ഇന്ന് വരെ നീ വീഴാതെ നിന്നതോർത്ത് നിഗളിക്കാൻ പാടില്ല. ആമേ, നിന്റെ ജീവിതത്തിൽ ദൈവം തന്ന നന്മയുടെ മേളിൽ കയറി ഇരുന്ന് നിഗളിക്കാൻ പാടില്ല. ഹല്ലേലൂയ. ഇതെല്ലാം നിഗളത്തിന്റെ കൂട്ടത്തിൽ വരുന്ന സംഭവമാണ്. ഹല്ലേലൂയ. നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കും. എന്നിട്ട് അടുത്ത വാക്യം പറയാം, താഴ്മയുള്ളവനോ അവൻ കൃപ നൽകും. ചേർന്ന് സ്വതന്ത്രം ചേർന്നേ. ഹല്ലേലൂയ. ഇന്ന് പകൽ നിന്റെ ജീവിതത്തെ താഴ്ത്തി സമർപ്പിപ്പാൻ, ആമേൻ, ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ആമേൻ ഒരിക്കൽ കൂടി ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ജീവിപ്പാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, താഴ്മയുള്ളവന് അവൻ ദൈവത്തിന്റെ കൃപ കൊടുക്കും. ആമേൻ. നിന്റെ മേൽ ദൈവത്തിന്റെ കൃപ വീണാൽ ആമേൻ, ഈ ഉലകത്തിൽ ഒരു സാഹചര്യങ്ങൾക്കും നിന്നെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. ആമേൻ. ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ വീണാൽ നിന്റെ മുൻപിൽ ഒരു വാതിലുകളും അടഞ്ഞു പോകത്തില്ല. യഥാർത്ഥമായ ഒരു ദൈവകൃപ നിന്റെ മേൽ ചലിച്ചു തുടങ്ങിയാൽ ആമേൻ, ഒരു ശക്തിക്കും നിന്റെ എതിരെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം നീ ദൈവ കൃപയ്ക്കകത്താ. ആമേൻ. ദൈവകൃപ ആമേൻ നിന്റെ മേൽ ചലിക്കുന്നത് കൊണ്ട് ആമേൻ, ദുഷ്ടന്റെ ഒരു തന്ത്രങ്ങളും നിന്റെ മേൽ ഫലിക്കത്തില്ല. ഹല്ലേലൂയ. ഈ കൃപ നിസ്സാരമായൊരു സംഭവമല്ല. ഹല്ലേലൂയ. കൃപ ചോദിച്ചിട്ട് ലഭിക്കുന്നതല്ല, അർഹിക്കാത്ത സ്ഥാനത്ത് നിനക്ക് ലഭിക്കുന്നതാണ് കൃപ. ആമേൻ. ഇന്ന് വരെ ചോദിക്കാത്തത് എന്തെല്ലാം ദൈവം നിനക്ക് തന്നു. ആമേൻ. ദൈവം നിന്നോട് ചോദിക്കുന്നത്, നീ എത്ര വർഷമായി വിശ്വാസത്തിൽ വന്നിട്ട്? ഞാൻ 10 വർഷമായി വിശ്വാസം. എന്നോട് നീ ചോദിച്ചത് എന്തെല്ലാം ഞാൻ നിനക്ക് തന്നു. ഹല്ലേലൂയ. നമുക്ക് ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന് നിനക്ക് കിട്ടിയ വസ്തുക്കളിലെല്ലാം എഴുതണം എന്ന ഒരു വ്യവസ്ഥ ബൈബിളിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ചുരിദാറിൽ ഗിഫ്റ്റ് ഓഫ് ഗോഡ് കണ്ടേനെ. കാരണം ഒരു കാലത്ത് ഒരു വസ്ത്രം മാറി ഉടുക്കാൻ ബുദ്ധിമുട്ടിയ പലരും ആമേൻ നമ്മളിൽ ഉണ്ട്. ചെറുത സ്വത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എന്റെ കാക്കി പാന്റിന്റെ നീളം കുറഞ്ഞിട്ട് ആമേൻ അടിച്ചടിച്ച് സ്കൂൾ യൂണിഫോമാ അഴിച്ചഴിച്ചിട്ട് അവസാനം മടക്കി അടിക്കാൻ തുണിയില്ലാഞ്ഞിട്ട് അകത്ത് ബേക്കർ സ്കൂളിന്റെ പച്ച പാവാടയുടെ തുണി വെച്ചടിച്ച ആമേൻ അതുകൊണ്ട് ഞാൻ ഒളച്ച സീമ സ്കൂളിൽ പോയിട്ടുണ്ട്. അവസാനം ആ പാൻറ് ഇടാൻ ബുദ്ധിമുട്ടായിട്ട് മുണ്ടെടുത്ത് പോയിട്ടുണ്ട്. ചേർന്ന് സ്വത്രം ചേട്ടെ. ഇത് പറയുമ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാം. ആമേൻ. അത് ഞങ്ങളുടെ ചില ബുദ്ധിമുട്ടിന്റെ സാഹചര്യമാണ്. പക്ഷേ എൻ്റെ അപ്പൻ ഞാൻ എന്ത് ചോദിച്ചാലും മേടിച്ചു തരുമായിരുന്നു. പക്ഷേ ബുദ്ധിമുട്ട് കാലത്ത് കൈ പൈസ ഇല്ലാതെ വരുമ്പോൾ എന്ത് ചോദിച്ചാലും മേടിച്ചു തരാൻ പറ്റത്തില്ല. പക്ഷേ ആമേൻ, ഇന്ന് പകൽ ഞാൻ പറയാം,
ആമേൻ. എൻ്റെ പിതാവിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ചോദിച്ചതിൽ ശ്രേഷ്ഠമായി നാം മേടിച്ചു തന്നതാ. ആമേൻ. അതുപോലെ ഇന്ന് പകൽ നമുക്കൊരു പിതാവുണ്ട്. ആമേൻ. നമ്മളെ വീണ്ടെടുത്തൊരു രക്ഷകനുണ്ട്, നമുക്കൊരു ഉടമസ്ഥനുണ്ട്. ആമേൻ. നമ്മൾ ഒരുവന്റെ വകയാണ്. ആമേൻ. ഇന്ന് പകൽ ആ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആമേൻ, എൻ്റെ കൃപ നിനക്ക് മതി. ആരോടാ പറഞ്ഞേ? പൗലോസിനോട് പറയുക. ആമേൻ. ശൂലം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുക, അത് എന്തുമായിക്കോട്ടെ ശൂലം, പക്ഷെ എന്ത് പ്രതികൂലമായിക്കോട്ടെ, ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചവ പറയാ, എൻ്റെ കൃപ നിനക്ക് മതി. ആമേൻ. ദൈവത്തിന്റെ കൃപ നിസ്സാരമല്ല. ദൈവത്തിന്റെ കൃപ, ആമേൻ, അത് വഹിക്കുന്നവന്, ആമേൻ, അവന്റെ മുമ്പിൽ വാതിലുകൾ അടയത്തില്ല, അവന്റെ മുമ്പിൽ വാതിലുകൾ തുറക്കും. ആമേൻ. ഇൻ കേസ്, ആമേൻ, ഒരു പക്ഷേ നിന്റെ മുൻപിൽ ഒരു വാതിൽ അടച്ചാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നിനക്ക് വേണ്ടി ഞാൻ വാതിലുകളെ തുറക്കുന്ന ദൈവമാണ്. ആമേൻ. ഒരു വാതിൽ അടഞ്ഞാൽ വാതിലുകൾ, ആമേൻ, അത് ബഹുവചനമാണ്. ആമേൻ. പല വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കും. ആ വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കണമെങ്കിൽ ഈ വാതിൽ നിന്റെ മുമ്പിൽ അടയണം. ചേർന്ന് സ്വതന്ത്രം ചെയ്യട്ടെ. അപ്പം കൃപയാണ് നിന്നെ നടത്തുന്നെങ്കിൽ, ദൈവത്തിന്റെ കൃപയാണ് നിന്നെ നടത്തുന്നെങ്കിൽ, ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ നിനക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പറഞ്ഞെവിടെ കിട്ടിയോ? ആമേൻ. ആ പറഞ്ഞവന ആ ദൈവത്തിന്റെ ശബ്ദത്തിലേക്ക് ഒന്നുകൂടെ തിരിച്ചു വരാം. ആമേൻ. അവിടെ ഇങ്ങനെ പറഞ്ഞു, നിനക്ക് ഞാൻ പറഞ്ഞു വന്നത്, നിന്റെ ചുരിദാറിന്റെ മേൽ ഗിഫ്റ്റ് ഓഫ് ഗോഡ് കാണും. ആമേൻ. കണ്ണാടിയുടെ മേൽ കാണും, പേഴ്സിന്റെ മേൽ കാണും, വീടിന്റെ മേൽ കാണും, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ലായ്മയുടെ അവസ്ഥയിൽ നിന്നും ഇന്ന് വരെ നമ്മൾ നടന്നു വന്ന ദൂരം, നഷ്ടങ്ങൾ മാത്രം ലഭിച്ചു വരുന്ന കൈപൊക്കിക്കേ. യേശുവിനെ പിൻപറ്റിയിട്ട് നഷ്ടങ്ങൾ മാത്രമുള്ളവർ, യേശുവിനെ പിൻപറ്റിയിട്ട്, പറയുന്ന വാക്കുകൾ വ്യക്തമാണ്, യേശുവിനെ പിൻപറ്റിയിട്ട് നഷ്ടങ്ങൾ മാത്രമുള്ളവർ. ആമേൻ. ഹല്ലേലൂയ. യേശുവിനെ പിൻപറ്റുന്ന ഒരുവനും നഷ്ടം ഉണ്ടാകത്തില്ല. ആമേൻ. അവനെ ദൈവം പുലർത്തും. ആമേൻ. ദൈവത്തിന്റെ വാഗ്ദത്തം നിനക്ക് മണിമാളിക തരാമെന്ന് ഈ വിശുദ്ധ ബൈബിളിൽ ഒരിടത്തുമില്ല. ആമേൻ. ആമേൻ. നിന്നെ പുലർത്തുവാൻ ഞാൻ മതിയായവനെന്ന ബൈബിൾ പറഞ്ഞത്. ആമേൻ. നാളത്തെ ദിവസം നിനക്കായി വിചാരപ്പെടുന്നു എന്നാണ് ബൈബിൾ പറഞ്ഞത്. ആമേൻ. എന്തു തിന്നും എന്തു കുടിക്കും എന്നോർത്ത് നീ വിചാരപ്പെടണ്ട. ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഒരിടത്തും ഈ ലോകത്തിന്റെ ബന്ധത്തിൽ ലോകത്തിന്റെ നന്മയെ പ്രോമിസ് ചെയ്ത ദൈവം ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ലോകത്തെ സ്നേഹിക്കുന്നവന് എന്നെ സ്നേഹിക്കാൻ കഴിയത്തില്ലെന്നാ പറഞ്ഞതാണ്. ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. പിന്നെ ഈ ലോകത്തെ ദൈവം നിനക്ക് തന്നതെല്ലാം നീ ഒരു ഗിഫ്റ്റ് ആയിട്ട് എടുത്താൽ മതി. അവന്റെ കൃപയാണ്, അവന്റെ കരുണയാണ്. ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. അപ്പം എന്നോട് വന്നിട്ട് ദൈവം ചോദിക്കുക, എടാ നീ എത്ര വർഷമായി വിശ്വാസ ജീവിതത്തിൽ? 19 വർഷമായി. ഈ 19 വർഷത്തിനകം നിനക്ക് എന്തെല്ലാം കിട്ടി? ഞാൻ പറയും, കർത്താവേ, 1 സെന്റ് ഭൂമി പോലും എനിക്കില്ലായിരുന്നു. ആമേ. ഞാൻ ഈ കുമാരനെല്ലൂർ എന്നെ പറഞ്ഞ കൂത്താട്ടുകുള റോഡിലൂടെയൊക്കെ പോകുമ്പോഴത്തേക്ക്, പുതിയ വീടൊക്കെ പണിയുമ്പോഴത്തേക്ക്, ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ, ഞാൻ ബൈക്കിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഈ വീടിൻ്റെ കയർത്താമസം നടക്കുന്ന വീട്ടിൽ ലൈറ്റൊക്കെ ഇട്ട് കാണുമ്പോൾ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറയും, കർത്താവേ, ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച നീയാണ്. ആമേൻ. ഭൂമിയെ ഉളവാക്കിയത് നീയാണ്. എല്ലാം ഞാൻ സമ്മതിക്കുക. പക്ഷേ ഭൂമിയെ മുഴുവൻ ഉളവാക്കിയ നിന്റെ മകൻ ഈ ഭൂമിയിൽ 1 സെന്റ് ഭൂമി പോലും ഇല്ലാതെ അവരൊക്കെ വീട് വെച്ചോട്ടോ പരാതി പറയുവാൻ. സ്തോത്രം. ഹല്ലേലൂയ. രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് കടത്തിണ്ണ കയറി നിന്ന് രാത്രി 1 മണി 2 മണിയായി വീട്ടിൽ വരും. കടത്തിണ്ണ നിൽക്കുമ്പോഴത്തേക്ക് കാറെ, ആമേൻ, ആൾക്കാർ പാഞ്ഞു പോകുമ്പോഴത്തേക്കും കടത്തിണ്ണ നിന്നുകൊണ്ട് മഴയുടെ ഇറമ്പത്തിങ്ങനെ നിന്നുകൊണ്ട് ഇങ്ങനെ പറയും, നീ എൻ്റെ പിതാവാണ്, നീ എൻ്റെ അപ്പനാണ്, പക്ഷേ ലോകത്തിൽ ജീവിക്കുന്നവൻ കാറെ പറപ്പിച്ചു പോകുമ്പം നിന്റെ വേല കഴിഞ്ഞ് ഞാൻ ഈ കടത്തിണ്ണൽ ഇവിടെ ഇങ്ങനെ ഞെരങ്ങി നിൽക്കുമെന്ന് പറയും. സ്തോത്രം. പിണക്കം കൊണ്ടല്ല, ചുമ്മാ. സ്തോത്രം. പക്ഷേ ഈ 2025 ദൈവം എനിക്ക് സകലതും തന്നു. ആമേൻ. നിങ്ങളാരും സ്തോത്രം പറയണ്ട. നിങ്ങൾക്കാർക്കുമല്ലല്ലോ കിട്ടിയത്, എനിക്കല്ലേ കിട്ടിയത്. അതുകൊണ്ട് നിങ്ങളാരും ഒന്നും പറയുമൊന്നും വേണ്ട. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് കിട്ടിയതിനായി നിങ്ങൾ സ്തോത്രം പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. അപ്പം എന്നോട് ദൈവം ചോദിക്കുക, നിനക്കെന്താ? ഞാൻ പറയും, 10 സെന്റ് സ്ഥലം എനിക്ക് കിട്ടി, വീട് കിട്ടി, കാറ് കിട്ടി, അമ്മൻ മക്കളെ കിട്ടി, ഭാര്യയെ കിട്ടി, അപ്പനും അമ്മയും കിട്ടി. ഇതൊക്കെ ഇതെല്ലാം എനിക്ക് കിട്ടി, എല്ലാം ലാഭമാ. അമ്മൻ എനിക്ക് ഭാഷ അറിയാമല്ലോ, പക്ഷെ നീ എന്നെ അനേക ദേശങ്ങൾ കിട്ടി. ഇതെല്ലാം ഇങ്ങനെ പറയുമോ? നമുക്ക് ദൈവം തന്ന നന്മകൾ മുഴുവൻ പറയും. വർക്ക് കിട്ടി, അമ്മൻ എൻ്റെ മക്കള് അമേരിക്ക പോയി, ലണ്ടനിൽ പോയി, അവിടെ പോയി കർത്താവ് ഉയർത്തി കേട്ടോ. സ്തോത്രം.
ഹല്ലേലൂയ. കർത്താവ് ഇതെല്ലാം സമ്മതിച്ചു. കർത്താവ് ഇതെല്ലാം ഞാൻ തന്നെ പറഞ്ഞേ, പേടിയാണോ? ഇതെല്ലാം ഞാൻ തന്നെ തന്നതാ, ഞാൻ സമ്മതിച്ചു. ആമേൻ. അപ്പം നിന്റെ കലവറ നിറഞ്ഞാണോ ഇരിക്കുന്നേ? നമ്മൾ പറഞ്ഞു നോക്ക്, കർത്താവേ, നമ്മൾ പറയുന്നൊരു വാക്കാണ്, ഞാൻ തെറ്റിദ്ധരിക്കരുത്. ആമേൻ. നീ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ നല്ലവനും വല്ലവനും ആയിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അത് അതിന്റെ അർത്ഥം ഇന്ന് വരെ നീ എൻ്റെ ജീവിതത്തിൽ ചോദിച്ചത് മുഴുവൻ തന്നു അല്ലേ? ആണോ? പിന്നെ അഡ്ജസ്റ്റ് ആകുന്നവരും ഉണ്ട്, കുഴപ്പമില്ല. കിട്ടുമെന്നുള്ള പ്രതീക്ഷയല്ലേ അഡ്ജസ്റ്റ് ആയത്. അഡ്ജസ്റ്റ് ചെയ്തതേ കിട്ടുമെന്നുള്ള പ്രതീക്ഷ നിമിത്തമല്ലേ അഡ്ജസ്റ്റ് ആയത്. ഹല്ലേലൂയ. അപ്പം ഇന്ന് വരെ നീ എൻ്റെ ജീവിതത്തിൽ കർത്താവ് പറഞ്ഞു, ഓക്കെ, ഞാൻ വിശ്വസ്തനായിരുന്നല്ലോ. അതെ, യേശു കർത്താവ് പറയാം, ഒരു കാര്യം ചെയ്യാം, നീ ഒരു അല്പസമയത്തേക്ക് ആമേൻ എൻ്റെ കലവറയിലോട്ടൊന്ന് പോകാം. നിന്നെ ഞാൻ മകനായിട്ട് തെരഞ്ഞെടുത്തപ്പം, നിന്നെ ഞാൻ എൻ്റെ പൈതലായി തെരഞ്ഞെടുത്തപ്പം, ആമേൻ, നീ എന്തെങ്കിലും ചെയ്യുമെന്നോർത്ത് ഞാനൊരു കലവറ നിനക്ക് വേണ്ടി പണിതു. അങ്ങോട്ടൊന്ന് പോകാമെന്ന് പറഞ്ഞാൽ എത്ര പേര് യേശുവിന് കൂടെ പോകും? എത്ര പേര് പോകും? യേശു തന്നു, വീട് തന്നു, മക്കളെ തന്നു. മക്കൾ മഞ്ഞ് പെയ്യുന്ന രാജ്യത്ത് പോയി. കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് ഒരു സ്ഥലത്ത് പോയപ്പോൾ ഞാൻ കേട്ട എങ്ങനെയാ, ഇറ്റലി മാത്രമല്ല ഞാൻ കാണുന്നത്, ജർമ്മനിയും കാണുന്നു. സ്തോത്രം. കേരളം കാണാത്തതിനെ ഓർത്ത് സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ്, ന്യൂയോർക്ക്, ഇവിടെ എല്ലാം പോകുന്നുണ്ട്. ഇതെല്ലാം ദൈവം തന്നതാ. പക്ഷേ നിനക്ക് തന്ന മക്കളെ കൊണ്ട് നിനക്ക് എന്ത് ചെയ്യാൻ, എനിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റി? ഞാനും പരാജയപ്പെട്ടവനാ. സ്തോത്രം. ഹല്ലേലൂയ. നിനക്കെന്ത് ചെയ്യാൻ പറ്റി? നിനക്കെന്ത് ചെയ്യാൻ പറ്റി? ചേർന്ന് ഒരു സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. നിനക്കെന്ത് ചെയ്യാൻ പറ്റി കർത്താവിന് വേണ്ടി? കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യാത്തതിനെ ഓർത്ത് നീ പരാതി പറയുമ്പോൾ, കർത്താവ് നിനക്ക് തരാത്ത നന്മകളെ ഓർത്ത് നീ കുറ്റപ്പെടുത്തുമ്പോൾ, യേശുവിന് വേണ്ടി ഈ ഭൂമിയിൽ ദൈവം നിന്നെ തെരഞ്ഞെടുത്തിട്ട് യേശുവിന് വേണ്ടി നിനക്കെന്ത് ചെയ്യാൻ പറ്റി? എടാ, യേശുവിന് നിന്നെ കുറിച്ച് സാക്ഷ്യം പറയണ്ടേ? വേണ്ടേ? അതോ നീ മാത്രം പറഞ്ഞാൽ മതിയോ മരണം വരെ? സ്തോത്രം. ഹല്ലേലൂയ. 2 പേര് കയറിയ വഴിയിൽ നിന്ന് പോകുന്ന ഒരു ബൈക്കായിരുന്നു. സ്തോത്രം. കർത്താവ് അത് മാറ്റി കാറ് തന്നു. ഗ്ലോറി. കർത്താവിന്റെ മഹത്വത്തിനായി, കർത്താവിന്റെ ദാനത്തിനായി. സ്തോത്രം. ഇങ്ങനെയൊക്കെ പറയുന്നത് കർത്താവിന് ഇഷ്ടമാണ്. പക്ഷെ കർത്താവിന് എന്തെങ്കിലും സാക്ഷ്യം പറയണ്ടേ നിന്നെ കുറിച്ച്? വേണ്ടേ? ഹല്ലേലൂയ. ചേർന്ന് സ്തോത്രം ചെയ്യട്ടെ. അവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്. നമുക്ക് കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുന്നു? അപ്പം ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവം എനിക്ക് വേണ്ടി ചെയ്യുന്നതാണോ ക്രിസ്തീയ ജീവിതം? കുടുംബജീവിതം എങ്ങനെയാ പറഞ്ഞേ? നിങ്ങൾക്ക് ആർക്കും അതിനെപ്പറ്റി അറിയാൻ മേലാത്തതുകൊണ്ട് എനിക്ക് അറിയാവുന്ന ഭാഷ ഞാൻ പറയാം. ഞാൻ പണി കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കും എനിക്ക് വൈകുന്നേരം 1000 രൂപ തച്ച് കിട്ടി. ഞാൻ കയറി 1 കിലോ സവോളയും 1/2 കിലോ ഉരുളക്കിഴങ്ങും അരിയും മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. എൻ്റെ ഭാര്യയുടെ ഇടയിൽ കൊടുത്തു. എൻ്റെ ഭാര്യ അതുപോലെ അത് പാതകത്തെ കയറ്റി വെച്ചു. വൈകിട്ട് ഞാൻ കഴിക്കാൻ വന്നപ്പോഴത്തേക്കും 1 കിലോ അരിയും 1 കിലോ സവോളയും 1 കിലോ ഉരുളക്കിഴങ്ങും പാതകത്തെ ഇരിപ്പുണ്ട്. അതാണോ കുടുംബജീവിതം? ആണോ? ആരെങ്കിലും ഒന്ന് പറയുന്നേ. ഇവരാരും മിണ്ടുന്നില്ല. അതുകൊണ്ട് നാളെ തൊട്ട് നിങ്ങൾ മേടിച്ചുകൊണ്ട് വരുന്ന സാധനം അതുപോലെ ഉരുളക്കിഴങ്ങായിട്ടും ആമേൻ, സവോളയായിട്ടും അരിയായിട്ടും ഇവർക്ക് കൊടുക്കണം. ആമേൻ. എന്നിട്ട് മറ്റേ ഇഡ്ഡലി തട്ടുകൂടെ എടുത്ത് പിടിച്ചോണം. സ്തോത്രം. ഹല്ലേലൂയ. ഇഡ്ഡലി തട്ട് എന്തിനാണെന്നറിയോ? ഇഡ്ഡലി ഉണ്ടാക്കാനല്ല, അടി കൊള്ളാതിരിക്കാൻ വേണ്ടിയാ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കുകയും ആമേൻ സഹകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. ഇതെല്ലാം ഒരു സൈഡിൽ നിന്ന് പോയ പ്രശ്നം. ചേർന്ന് സ്വന്തം ചെയ്യട്ടെ. ഇന്ന് ചിരിച്ച മുഖത്തോടൊക്കെ ഇന്നിരുന്നേ. ഹല്ലേലൂയ. മിക്കവാറും ഈ മീറ്റിംഗ് കഴിയുമ്പോഴത്തേക്ക് ഭാര്യ ഇവിടെ കയറി വരും. സ്തോത്രം. ഇവിടെ തന്നെ നമുക്ക് ജീവിക്കാന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതുപോലെ ക്രിസ്തീയ ജീവിതം, നമ്മൾ ഇങ്ങോട്ട് എന്ത് മേടിക്കുന്നോ അതിന്റെ എന്തെങ്കിലും അങ്ങോട്ടൊന്ന് തിരിച്ചു കൊടുക്കണ്ടേ?
അത് തിരിച്ചു കൊടുക്കാതെ 19 വർഷം ജീവിച്ച ഒരു അരിഷ്ടനാണ് ഞാൻ. നിങ്ങൾക്കാർക്ക് വിളങ്ങില്ലല്ലോ? ഉണ്ടോ? ഹല്ലേലൂയ. 19 വർഷം കർത്താവിൽ നിന്ന് പ്രാപിച്ചു, നന്മകൾ പ്രാപിച്ചു, വിടുതലുകൾ പ്രാപിച്ചു, കരുതലുകൾ പ്രാപിച്ചു. ഇതെല്ലാം നേടിയിട്ടും തിരിച്ചൊന്നും കൊടുക്കാത്ത അരിഷ്ടനാണ് ഞാൻ എന്ന് ഞാൻ എന്നെ തന്നെ അങ്ങ് പ്രസംഗിച്ചാൽ നിങ്ങൾക്കാർക്കും പിണക്കം ഉണ്ടാകത്തില്ല. ആമേൻ. നിങ്ങൾ ഈ ലോകത്തിൽ മാത്രമേ ആശ്രയം വെച്ച് ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടൻ എന്ന വിശുദ്ധ ബൈബിൾ പറയുന്നു. ഹല്ലേലൂയ. ചേർന്ന് സ്തോത്രം ചെയ്തോട്ടെ. അപ്പം നമ്മൾ പറഞ്ഞു വന്ന വിഷയം, ദൈവം ഒരുവന്റെ മേൽ കൃപ കൊടുക്കണമെങ്കിൽ ആ കൃപ മറ്റൊരുവനിലേക്ക് പകരുന്നവനായി തീരണം. ചേർന്ന് സ്തോത്രം ചെയ്യട്ടെ. ആർക്ക് വേണം നിന്റെ കൃപ? അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മളിപ്പോ ജീവിക്കുന്നത് കൃപായുഗത്തിലാണ്. ഏത് സമയത്തും ഏതൊരു പാപിക്കും അവന്റെ കൃപാസന്നിധിയിലേക്ക് കടന്നു വരാൻ പ്രവേശനമുണ്ട്. അതുകൊണ്ടല്ലേ ഈ 2025 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കുലത്തളത്തിൽ തകർക്കപ്പെട്ട യേശുവിന്റെ രക്തം ഈ 2025 അവൻ പാപിയുടെ പാപത്തെ കഴുകുന്നത്. ഹല്ലേലൂയ. ലോകത്തിലുള്ള സകല ബ്ലഡുകളും അത് ഒരു സമയപരിധി കഴിഞ്ഞ് ഉണങ്ങിപ്പോകും. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. പക്ഷേ 2025 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കുലത്തളത്തിൽ ഒഴുകിയിറങ്ങിയ യേശു കർത്താവിന്റെ രക്തം ഇന്ന് പകലും അവൻ പാപിയുടെ പാപത്തെ കഴുകിക്കളയുന്നു. ആമേൻ. ഇന്ന് പകലും ഒരു പാപിക്ക് യേശുവിൽ ആശ്രയിക്കാം. ആമേൻ. ആ പാപിക്ക് മാനസാന്തരം കൊടുക്കും, ആ പാപിക്ക് നീതീകരണം കൊടുക്കും, ആ പാപിക്ക് 19 വർഷം പുറകിൽ രക്ഷിക്കപ്പെട്ടവൻ താമസിക്കാനിരിക്കുന്ന ജീവന്റെ പറുദീസയിലേക്ക് അവൻ ഇന്ന് വരുന്ന പാപിയെ അവൻ ചേർക്കും. അതാ കൃപ, അതാ സുവിശേഷം. ആമേൻ. 19 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ടവന് 2 നില വീടും 2025 രക്ഷിക്കപ്പെട്ടവന് കുടിലുമല്ല. ആമേൻ. ദൈവത്തിന്റെ നീതി, ആമേൻ, അത് കൃപയായിട്ട് കണക്കിടുമ്പോൾ ആമേൻ ഏത് സമയത്തും യേശുവിന്റെ അടുത്തേക്ക് നിങ്ങൾക്ക് പ്രവേശനമുണ്ട്. ഹല്ലേലൂയ. ചേർന്ന് സ്തോത്രം ചെയ്യട്ടെ. ആമേൻ. ഈ കൃപ എവിടെ തുടങ്ങിയെന്നറിയോ? കൃപ എവിടെയാ തുടങ്ങിയ? ഞാനൊരു നോട്ട് വായിച്ചപ്പോൾ ഇങ്ങനെ അവിടെ എഴുതിയത്, പെന്തക്കോസ്ത് നാളിൽ തുടങ്ങിയ കൃപ. ആ കൃപ ചലിച്ച് തീരുന്നത് എപ്പോഴാണെന്നറിയോ? കർത്താവിന്റെ വരവ് വരെ. സ്തോത്രം. ആർക്കും ഏത് സമയത്തും ഒരു പാപിയാണെന്ന് നിനക്ക് ബോധം വന്നാൽ, ബോധം വന്നിട്ടും തുടർന്നാൽ അത് അപകടമാണ്. പറഞ്ഞു പിടി കിട്ടിയോ? പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പലവട്ടം നിന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടും ആ കൃപയുടെ അടുത്തേക്ക് നീ ചെല്ലാതെ, ആമേൻ, പിന്നീട് ചെല്ലാമെന്ന തീരുമാനവുമൊക്കെ അതൊക്കെ ആത്മീക മരണത്തിന് കാരണമാകും. ആത്മീക മരണം ആരും അറിയത്തില്ല കേട്ടോ. സ്തോത്രം. കൃപ ഒരുവന്റെ മേൽ വീഴുമ്പം എല്ലാവരും അറിയും, ഞാനും വേഗത്തിൽ അറിയും. കാരണം എന്നാ? എല്ലാവരും അന്യഭാഷയിൽ ആരാധിക്കുന്നു. എനിക്കും അന്യഭാഷയുടെ വാക്കുകൾ ദൈവം തരുമ്പം, ഞാനും അന്യഭാഷയിൽ ആരാധിക്കുമ്പം എനിക്ക് പിടികിട്ടും ദൈവത്തിന്റെ കൃപ എൻ്റെ മേലുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചെയ്യുന്ന പ്രവർത്തികൾ അതെൻ്റെ മേലുള്ള ദൈവകൃപയുടെ ശക്തിയാണ്, നിന്റെ കഴിവല്ല. ചേർന്ന് സ്തോത്രം ചെയ്താണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഭൂതം പുറത്തു പോയാൽ, നീ പ്രാർത്ഥിക്കുമ്പോൾ ഒരു രോഗി സൗഖ്യമായാൽ, നീ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പാപി പാപം വിട്ട് മാനസാന്തരപ്പെട്ടാൽ, നീ ദൈവവചനം പറയുമ്പോൾ ഒരുവൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നത് നിന്റെ കഴിവല്ല, നിന്റെ മിടുക്കല്ല, മറിച്ച് നിന്നെ വിലയ്ക്ക് വാങ്ങിയ യേശു കർത്താവിന്റെ കൃപയാണ്. ചേർന്ന് സ്വന്തം ചെയ്യണം. ഒന്നിനും പുകഴാനില്ല. ദൈവത്തിന് നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ,
ആമേൻ. സൂക്ഷിച്ചോളാൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കമ്പി ഉണ്ടെങ്കിൽ ആ കമ്പിയുടെ പേരാണ് കൃപ. ഏതെങ്കിലും ഒരു കമ്പി ഉണ്ടെങ്കിൽ ഒന്ന് കയറി പിടിച്ചോളാൻ. ആമേൻ. നിൽക്കുന്നു എന്ന് തോന്നുന്ന എപ്പോഴാണെന്നറിയോ? കൃപയൊന്നുമല്ല എന്ന് തോന്നുമ്പോഴാണ്. കൃപയ്ക്ക് മേൽ നീ കയറുമ്പോഴാണ്. ആമേൻ. അവർക്കുള്ള വചനമാണ് പറയുന്നത്, നിൽക്കുന്നു എന്ന് നീ തോന്നുന്ന. നിൽക്കുന്നു എന്ന് തോന്നുന്നവിടെ അവരെങ്ങനെയാണെന്നറിയോ? ദൈവമേ, കൃപയില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അപ്പാ, ഞാൻ ആ ഭവനത്തിലേക്ക് വന്നിട്ട് കൃപ എന്നോട് കൂടെ വേണം. അപ്പാ, ഞാൻ ഈ പ്രസംഗിക്കാൻ കയറും, നിന്റെ കൃപ എന്നോട് കൂടെ ഇരിക്കണം. നിന്റെ സാന്നിധ്യം എന്നെ തൊടണം. നിന്റെ വാക്കുകൾ എന്റെ നാവിനെ തൊടണം. നിന്റെ ശബ്ദം എന്റെ വായിലൂടെ പുറത്തു വരണം. അപ്പാ, ഞാൻ ബലഹീനനാണ്, എന്നെ സഹായിക്കണമെന്നുള്ള നിന്റെ ആ നിലവിളിയുണ്ടല്ലോ. നിന്റെ ആ നിലവിളിയുണ്ടല്ലോ, ആ നിലവിളിയാണ് കൃപ. അവിടെയാണ് ഈ കൃപയെ ആശ്രയിക്കുന്നത്. ചേർന്ന് സ്തോത്രം ചെയ്തോട്ടെ. ഹല്ലേലൂയ. ഇന്നലെ വൈകിട്ട് ഏകദേശം 9 മണിയോട് സമയം എടുക്കുള്ള പാസ്റ്റർ വിളിച്ച് ദൈവവചനം പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ഒഴിഞ്ഞു മാറി. ഹല്ലേലൂയ. രാവിലെ ഒഴിഞ്ഞു മാറി. ഹല്ലേലൂയ. ഞാൻ ആ സമയത്ത് കോട്ടയത്ത് നിൽക്കുക. അപ്പൊ ഞങ്ങൾ 3 പേരുടെ, ഞാനും അന്നമ്മ അപ്പം കൂടെ വണ്ടി വരുന്ന വഴിക്ക് എനിക്കൊന്നും, ഞാനിങ്ങനെ നമ്മളിത് കേട്ട ഉടനെ പിന്നെ നമ്മൾ ബൈബിളിലെ ഭാഗം ചിന്തിക്കുവാണല്ലോ. കാരണം നാളെ പ്രസംഗിക്കണമല്ലോ. സ്തോത്രം. എഴുതി വെച്ചതൊന്നും പ്രസംഗിച്ചിട്ടില്ല ഇതുവരെ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇങ്ങോട്ട് പോയി പുളിമൂട് ജംഗ്ഷൻ എത്തിയപ്പോഴത്തേക്ക് ദൈവാത്മാവ് എന്റെ ഉള്ളത്തിൽ പണ്ട് പറഞ്ഞ് വാക്ക് പറയാ, ആമേൻ, നിന്റെ വാ വിസ്താരത്തിൽ തുറക്കാൻ ഞാൻ അതിനെ നിറയ്ക്കും. ചേർന്ന് സ്തോത്രം ചെയ്യട്ടെ. ആമേൻ. ഞാൻ ഏകദേശം ആദ്യ കാലങ്ങളിൽ സുവിശേഷ വേലയ്ക്ക് പോകുമ്പോഴത്തേക്ക് എനിക്ക് മറവിയുള്ളവനാ. എനിക്ക് ഓർമ്മയുണ്ടായിരുന്ന ഞാൻ പഠിച്ച് കളക്ടറായാണ്. മറവിക്കാരന് ഭയങ്കര. അതുകൊണ്ട് ആമേൻ, മറവിയുള്ളതുകൊണ്ട് എന്നാ വായിച്ചാലും എന്റെ തലമണ്ടയ്ക്കകത്ത് നിൽക്കത്തില്ല. അങ്ങനെ നിൽക്കുന്ന വിഷമിക്കുന്ന സമയത്ത് ഒരിക്കൽ ദൈവം എന്നോട് പറഞ്ഞ വാക്കാ, ആമേൻ, നിന്റെ വാ വിസ്താരത്തിൽ തുറക്കാൻ ഞാൻ അതിനെ നിറയ്ക്കും. ഇന്നലെ രാത്രിയിൽ ഞാൻ ശബ്ദം കേട്ടു. ഞാൻ എന്റെ വണ്ടിക്കകത്തിരുന്ന് പോകുമ്പോൾ എന്റെ കുഞ്ഞുങ്ങളോട് ഞാനിങ്ങനെ പറഞ്ഞു, ആമേൻ, പ്രസംഗ വിഷയമില്ല, പക്ഷേ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നിന്റെ വാ വിസ്താരത്തിൽ തുറക്കാൻ ഞാൻ അതിനെ നിറയ്ക്കും. ഇന്ന് പകൽ ആമേൻ, കൃപയുടെ അത്യന്ത ധനം നിനക്ക് വേണ്ടി വെളിപ്പെടും. ആമേൻ, കൃപയുടെ അത്യന്ത ധനം നിനക്ക് വേണ്ടി വെളിപ്പെടും. നിനക്ക് കയറി ചെല്ലാൻ പറ്റാത്ത മേഖലകളിൽ നിനക്ക് നിന്റെ മുമ്പിൽ അടഞ്ഞ വാതിലുകളുടെ മുമ്പിൽ ആ കൃപ നിന്റെ മുമ്പിൽ വാതിലുകളെ തുറന്ന് നിന്നെ പുറത്തു കൊണ്ടുവരും. ചേർന്ന് സ്തോത്രം ചെയ്തോട്ടെ. കൃപയെ ആശ്രയിക്കുന്നതാ യഥാർത്ഥ പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയുടെ ക്വാളിറ്റി. ആമേൻ. ഈ കൃപയുടെ മേളിൽ നീ എന്ന് കയറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു, അപ്പോൾ ഉള്ള വാണിയാണ് നിന്നോട്, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരുന്നോണം. ആമേൻ. കാരണം എന്നറിയോ? പണ്ട് നീ വീണില്ല, കാരണം കൃപയിലാ നിന്നെ, കൃപയിലാ നീ പിടിച്ചത്. ആമേൻ. കുറെ കഴിഞ്ഞപ്പോ കൃപയൊന്നുമല്ല, ഞാനാണ് കൃപ എന്ന് നിനക്ക് തോന്നുന്ന ശുശ്രൂഷയുടെ മണ്ഡലം, അതിൽ കയറുമ്പോഴാ ദൈവാത്മാവ് പറയുന്നത്, ആമേൻ, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചോ. ചേർന്ന് സ്തോത്രം ചെയ്യട്ടെ. അതുവരെ ആ വാക്കിലായിരുന്നു, കാരണം നീ കൃപയിലാ നിന്നെ. ആമേൻ. അപ്പം കൃപ പെന്തക്കോസ്ത് നാളിൽ തുടങ്ങി കർത്താവിന്റെ വരവ് വരെ ഉണ്ട്. ഏത് പാപിക്കും ഏത് സമയത്തും ഒരു നേർച്ച കാഴ്ചകളും ഇല്ലാതെ ആ യേശുവിന്റെ സന്നിധിയിൽ നിനക്ക് കയറിച്ചെല്ലാം. ഞാനിപ്പോ നിങ്ങളോട് വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ പറ്റാത്ത ഏതെങ്കിലും സാഹചര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ, മറിച്ച് ഞാൻ കുറച്ചുകൂടെ കരുതി സുവിശേഷ വേല ചെയ്യണമെന്ന് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൃപയെ ആശ്രയിക്കാം. ഈ കൃപ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ പല സാഹചര്യങ്ങളും നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അതാണ് ഞാൻ പോകാത്തത്, ഇതാണ് ഞാൻ പോകാത്തത്, അങ്ങനെ ആയതുകൊണ്ടാണ് പോകാത്തത്, ഇങ്ങനെ ആയതുകൊണ്ടാണ് പോകാത്തത്. ആമേൻ. നീ പോയില്ലെങ്കിൽ നിനക്ക് പോയി, കർത്താവിനൊന്നും പോകത്തില്ല. പറഞ്ഞ കിട്ടിയോ? ഹല്ലേലൂയ. നീ പോയില്ല, നിനക്ക് പോയി. കർത്താവ് നിന്നെ തെരഞ്ഞെടുത്ത് നിന്നെ നിർത്തിയിട്ട് നിനക്ക് പോകാൻ നീ റീസൺ 100 കാരണങ്ങൾ കണ്ടുപിടിച്ചാൽ നീ പോകാതിരുന്നാൽ കർത്താവിന് പോകത്തില്ലൊന്നും. നിനക്ക് നഷ്ടപ്പെട്ടു, ആ ചാൻസ് നിനക്ക് പോയി. ചേർന്ന് സ്തോത്രം ചെയ്യട്ടെ. അപ്പം ഇപ്പൊ നമ്മൾ അറിയുക, കൃപയുടെ വാതിൽ നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 17:16 ഏനാ നോഹയുടെ പെട്ടകം പണിയെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ? ഹല്ലേലൂയ. ഈ നോഹയുടെ പെട്ടകത്തിന് ഒരളവ് ആര് കൊടുത്തു?
ദൈവം കൊടുത്തു. എടാ, ഒന്നാം തരം എഞ്ചിനീയറാ. സ്വത്രം. അളവ് കൊടുത്തു. നോഗയോട് പറഞ്ഞു, നീ എങ്ങനെയെങ്കിലും പെട്ടോ. നമ്മള് എങ്ങനെയെങ്കിലും കൂട്ടായ്മ എന്ന് പറയുന്നത് അതല്ല. എങ്ങനെയെങ്കിലും കൂട്ടായ്മ, എങ്ങനെയെങ്കിലും സഭയോ, എങ്ങനെയെങ്കിലും ഒരു പ്രവർത്തനമല്ല. ദൈവത്തിനൊരു അളവുണ്ട്, ഡിസൈനുണ്ട്. ചേർന്ന് സ്വത്രം ചേട്ടാ. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന്റെ പേര് ശില്പി എന്ന. ആമേൻ. അവൻ സൃഷ്ടാവാണ്. അവൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര മനോഹരമായാണ് നമ്മളെ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. എത്ര ശ്രേഷ്ഠമായാണ് നമ്മളെ സൃഷ്ടിച്ചത്. അവന്റെ സ്വന്തം സ്വരൂപത്തിലും സ്വന്തം സാദൃശ്യത്തിലും. അതെ, നമ്മൾ ആരെങ്കിലും ആയിരുന്നു യേശുവെങ്കിൽ നമ്മൾ ഇതേ കോലത്തെ സൃഷ്ടിക്കുമായിരുന്നു. നോഹ പെട്ടകം പണിതപ്പം ദൈവം ഡിസൈൻ ചെയ്തു, ഇന്ന പോലെ പണിയണം. നോഹ വാതിൽ വെച്ചു, നോഹ പ്രസംഗിച്ചു. ഹല്ലേലൂയ. നോഹ വിളിച്ചു പറഞ്ഞു, പ്രസംഗിച്ചെന്നൊക്കെ പറയട്ടെ. ഹല്ലേലൂയ. വിളിച്ചു പറഞ്ഞു, മഴ പെയ്യും. ആമേൻ. ഇതിന്റെ അകത്ത് കയറണം. ഞാൻ പറഞ്ഞു, നോഹയുടെ വിളിച്ചു പറച്ചിൽ കേട്ട പട്ടി അനുസരിച്ചു. ഇല്ലേ? ചിരിക്കല് കാര്യ പറഞ്ഞേ. പറന്നുപോയ പ്രാവ് ഓടിച്ചെന്ന് ഭാര്യയോട് പറഞ്ഞു, എടീ, ഒരാളെ കവലെ നിന്ന് പ്രസംഗിക്കുന്നു, മഴ പെയ്യും, വെള്ളം പൊങ്ങും, നമ്മളെല്ലാം ചത്തുപോകും. നമുക്കൊരു കാര്യം ചെയ്യാം, നീയും കൂടെ പോര്, നമുക്ക് ആ പുള്ളി പറഞ്ഞതിനകത്ത് പോയി കയറിയിരിക്കാം. പ്രാവ് കയറി. സ്തോത്രം. ആന കയറി, മനുഷ്യൻ കയറിയില്ല. പുലി, സിംഹവും ഇന്ന് ഈ ഭൂമിയുടെ പരപ്പിൽ കാണുന്ന സകല മൃഗങ്ങളും നോഗയുടെ വിളിച്ചു പറച്ചിൽ കേട്ട് അതിൻ്റെ അകത്ത് കയറി. മനുഷ്യൻ കയറിയില്ല. മനുഷ്യൻ നോഹനെ ഒരു പക്ഷെ ഭ്രാന്തൻ എന്ന് വിളിച്ചു കാണും. നമ്മളിപ്പം ഭ്രാന്തന്മാരല്ല, നമുക്ക് വേറെ പേരാ, എന്നാ കിട്ടും, അല്ലേ? എന്നാ കിട്ടും. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ആരും എന്നോട് അസൂയപ്പെടല് കേട്ടോ. എൻ്റെ കൂട്ടുകാർ, ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ പാപത്തിൽ ജീവിക്കുന്ന ആളല്ല. ആമേൻ. ഞാൻ എൻ്റെ ജോലി സംബന്ധമായിട്ട് ഒത്തിരി പേരോട് ബന്ധപ്പെടുന്ന ആളാണ്. അപ്പം ഞാനൊരു സുവിശേഷകനാണെന്നുള്ള കാര്യം എൻ്റെ കൂട്ടുകാർക്കും ഞാൻ ഇടപെടുന്ന എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ ഒറീസയ്ക്ക് പോകുമ്പോൾ യുവമാർ പറയുന്ന പരിപാടി എന്താണെന്നറിയോ? അവൻ അവിടെ പോയിട്ട് പൈസ ഉണ്ടാക്കിക്കൊണ്ട് വരുമെന്നാണ് പറയുന്നത്. എൻ്റെ ദൈവം അതിന് ഞാൻ ഓരോ പ്രാവശ്യം പോയിട്ട് വരുമ്പോൾ എനിക്ക് ഓരോ ഗിഫ്റ്റ് തരും. ചേർന്ന് സ്തോത്രം ചേർന്ന്. ഹല്ലേലൂയ. കൊതിച്ചതൊന്നും അല്ല തരുന്നത്, ജീവിതത്തിൽ ആഗ്രഹിക്കാത്തത് പോലും തരും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തനാ. ആമേൻ. അപ്പം നമ്മുടെ ഈ നോഗയുടെ പ്രസംഗം കേട്ട് പലരും ഇതിനകത്ത് കയറി. പല ജീവജാലങ്ങളും കയറി. അവസാനം നോഗ പറഞ്ഞു, എടി, നമ്മുടെ പ്രസംഗമൊന്നും നമ്മൾ പറയുന്ന പോലെ ഏറ്റില്ല, നീയും കുഞ്ഞുങ്ങളെയും പറക്കിക്കോ, നമുക്ക് കയറിയേക്കാന്ന് പറഞ്ഞു. അവരകത്ത് കയറി. ചേർന്ന് സ്തോത്രം ചേട്ടെ. ഇന്ന് പല കുഞ്ഞുങ്ങളും പുറത്താ. ഹല്ലേലൂയ. ലോകത്തിലെ കാര്യമല്ല പറഞ്ഞ്, കൃപയുടെ പുറത്ത്. കൃപയ്ക്കകത്ത് കയറാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ചേർന്ന് സ്തോത്രം ചേട്ടെ. ഹല്ലേലൂയ. ഞാനും പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറയുന്ന ഒരു വിഷയമുണ്ട്. ആമേൻ. 19 വർഷം പ്രാർത്ഥിച്ച പ്രാർത്ഥന ശബ്ദമല്ലടാന്ന്. സ്തോത്രം. 19 വർഷം പ്രാർത്ഥിച്ച പ്രാർത്ഥന ശബ്ദമല്ല, അത് വെറും ശബ്ദ തരംഗങ്ങൾ മാത്രമല്ല. ആമേൻ. അത് ദൈവത്തിന്റെ സന്നിധിയിലുണ്ട്. അതെന്റെ ഉറപ്പ്. പിന്നെ ആമേൻ, ഞാൻ പലവട്ടം ഓർത്തു, ഞാൻ ഈ സുവിശേഷ വേല പ്രസംഗിക്കാനോ സുവിശേഷ വേല ചെയ്യാനോ യോഗ്യതയുള്ളവരല്ല എന്ന് പലവട്ടം എനിക്ക് തോന്നി. എൻ്റെ ജഡം എന്നോട് പറഞ്ഞു, നീ പ്രസംഗിക്കാൻ നിനക്ക് യോഗ്യതയില്ലാത്തവനാ, നീ ദൈവത്തിന് വേണ്ടി വേല ചെയ്യാൻ നിനക്ക് യോഗ്യതയില്ലാത്തവനാന്ന് പലവട്ടം എന്നെ ദൈവാത്മാവെന്ന് ഞാൻ പറയത്തില്ല, പലവട്ടം എൻ്റെ കുറ്റത്തെ, എൻ്റെ കുറവുകളെ തുറന്നു കാണിച്ചു. ഞാൻ എൻ്റെ പലവട്ടം എൻ്റെ മക്കളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞു, ഈ ഞായറാഴ്ച കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ ഞായറാഴ്ചകൾ എൻ്റെ മുമ്പിലുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവാത്മാവ് എന്നോട് പറയും, ആമേൻ, നിന്റെ 19 വർഷത്തെ പ്രാർത്ഥന അത് ശബ്ദ തരംഗങ്ങളല്ലടാ, അതെന്റെ സന്നിധിയിലുണ്ട്. ഇന്ന് പകൽ ദൈവ പൈതലെ, നിന്റെ പ്രാർത്ഥന സ്വർഗത്തിലുണ്ട്.
ആമേൻ. നിന്റെ കണ്ണുനീര് സ്വർഗത്തിലുണ്ട്. അത് അവൻ തുരുത്തിയിൽ സൂക്ഷിച്ചു വെക്കുന്ന ദൈവമാ. ആമേൻ. ലോകത്തിൽ ആമേൻ നീ ഒഴുക്കിയ കണ്ണുനീര് തുരുത്തിയിൽ സൂക്ഷിച്ചു വെച്ച അതിന് പ്രതിഫലം തരുന്ന ഒരു നല്ല ദൈവം സ്വർഗത്തിലുണ്ട്. സ്വതന്ത്രം ചെയ്യട്ടെ. നോഹയും തന്റെ മക്കളും അതിനകത്ത് കയറി. പക്ഷേ ആമേൻ, വിജാവരി വെച്ചത് നോഹ, ലോക്ക് പിടിപ്പിച്ചത് നോഹ, പലകയടിച്ചത് നോഹ, സകലതും ചെയ്തത് നോഹ. പക്ഷെ വാതിലടച്ചത് ദൈവം. ചേർന്ന് സ്വതന്ത്രം ചെയ്യട്ടെ. ഞാൻ ഈ പറയുന്നത് ആമേൻ, പെന്തിക്കോസ്ത് നാളിൽ തുറന്ന കൃപയുടെ വാതിലടയും. തുറന്ന വാതിലിന് ഒരു ഡേറ്റ് ഉണ്ട്, പെന്തിക്കോസ്ത് നാൾ. പക്ഷേ കൃപയുടെ വാതിൽ അടയുന്നതിന് ഡേറ്റ് ഇല്ലാത്തത് കൊണ്ട് ഇന്ന് പകൽ നീ മാനസാന്തരപ്പെട്ട ദൈവകൃപയ്ക്കകത്ത് വരണം. ഹല്ലേലൂയ. ചേർന്ന് സ്വതന്ത്രം ചെയ്യട്ടെ. നോഹ ലോക്ക് വെച്ച നോഹ വിജാവരി വെച്ച ആ ഡോർ അടച്ചത് സ്വർഗത്തിലെ ദൈവം. പലരും മുട്ടി വിളിച്ചു, നോഹയ്ക്കൊന്ന് തുറന്നു കൊടുത്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ദൈവം പറഞ്ഞു, നോഹ ഇങ്ങനെ പറഞ്ഞു, എടാ ഞാനാടാ പൂട്ട് വെച്ചത്, ഞാനാടാ പണിതത്, പക്ഷേ വാതിലടച്ചത് ഉയരത്തിൽ നിന്ന്. ആമേൻ. എനിക്ക് തുറക്കാൻ പറ്റത്തില്ല. ആമേൻ. അതുപോലെ ആമേൻ, ഈ കൃപയുടെ വാതിലും അടയും. ഈ കൃപയുടെ കാലം കഴിയും. ആമേൻ. കൃപയുടെ സമയം തീരും. ആമേൻ. കൃപായുഗമാണെന്ന് പറഞ്ഞ് കൃപയെ കൂട്ടുപിടിച്ച നിന്റെ കോമാളിത്തരങ്ങൾക്ക് കൃപയെ കൂട്ടുപിടിക്കരുത്. നിന്റെ ഇഷ്ടങ്ങൾക്ക് കൃപയെ കൂട്ടുപിടിക്കരുത്. നിന്റെ ലോകത്തിന്റെ ഇമ്പങ്ങൾക്ക് കൃപയെ കൂട്ടുപിടിക്കരുത്. ദൈവകൃപ, ദൈവ രാജ്യത്തിന് വേണ്ടി ആമേൻ നിന്നെ ഒരുക്കുന്ന ആമേൻ സുവിശേഷമാണ്. ചേർന്ന് സ്വതന്ത്രം ചെയ്താട്ടെ. ഞാൻ പറയുന്ന വല്ലതും പിടി കിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. ചേർന്ന് സ്വതന്ത്രം ചെയ്തു. ആമേൻ. കൃപയുടെ വാതിലടയും. ഈ വാതിലടയും. കൃപയുടെ വാതിൽ അടയത്തില്ലെന്ന് ആരെങ്കിലും തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ചിന്തിച്ച് പാപത്തിൽ തുടരുന്നെങ്കിൽ, ഇന്ന് പകൽ നിന്റെ മുമ്പിലെ കൃപയുടെ വാതിൽ അടയുന്നത് ഏത് നിമിഷമാണെന്ന് നിനക്കറിയത്തില്ല. ആമേൻ. ഈ ലോകത്തിൽ നിന്ന് നിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഈ കൃപ നിന്റെ മേൽ ചലിക്കത്തില്ല. പിന്നെ കൃപായുഗത്തിൽ നീ ജീവിച്ചതിന്റെ കണക്ക് ബോധിപ്പിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ചേർന്ന് സ്തോത്രം ചെയ്യട്ടെ. ഈ ലോകത്തിൽ നിന്ന് നിന്റെ കണ്ണടഞ്ഞാൽ, ദൈവം നിന്ന് ആയുസ് തീർന്നാൽ, അല്ലെ കർത്താവ് വന്നാൽ, പിന്നെ കണക്ക് കൊടുക്കണം. ഈ കൃപായുഗത്തിൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റി? ദൈവത്തിന് വേണ്ടി നിനക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നിനക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഇന്ന് പകൽ നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കണം കേട്ടോ. അയൽവക്കത്തിരിക്കുന്നവനെ എത്തി വലിഞ്ഞ് നോക്കുമൊന്നും വേണ്ട. അവൻ എന്തു ആയിക്കോട്ടെ. ആമേൻ. ചേർന്ന് സ്വതന്ത്രം ചെയ്താട്ടെ. ഇത് കൃപയുടെ കാലം, കൃപയുടെ യുഗം അടയും. നോഹയുടെ പെട്ടകം തുറന്നു കിടന്നു. നോഹ വിളിച്ചു പറഞ്ഞു. പക്ഷേ നോഹയുടെ പെട്ടകത്തിന്റെ വാതിൽ എന്നും എന്നേക്കുമായി തുറന്നു കിടന്നില്ല. അത് പണിയാൻ പറഞ്ഞ ദൈവം അതിനെ അടച്ചു. പിന്നെ അതിന്റെ അകത്ത് ആരും കയറിയില്ല. ചേർന്ന് സ്വതന്ത്രം ചെയ്താട്ടെ. 10 കന്യകമാരെ പറ്റി ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയുന്നു. എന്തിനു വേണ്ടി ഇരുന്നേ? 5 പേര് മണവാളനെക്കാട്ടും 5 പേര് മണ്ണെണ്ണ മേടിക്കാൻ വേണ്ടി ഇരുന്നവരാണോ? അല്ല. സ്തോത്രം. ഹല്ലേലൂയ. 10 പേരും മണവാളന് വേണ്ടി ഇരുന്നവരാ. ഹല്ലേലൂയ. മണവാളൻ വരുന്ന നേരം വിളക്ക് കത്തിച്ചപ്പോൾ 5 പേരുടെ വിളക്ക് കത്തി 5 പേർക്ക് ഒരു കാര്യം പിടികിട്ടെ, അവരുടെ വിളക്കിൽ എണ്ണ കുറവാണ്. മണവാളൻ താമസിച്ചാൽ എന്ത് ചെയ്യും? വിളക്ക് കെട്ടുപോകും. അവരെന്ത് ചെയ്തു? കൂടെയുള്ള ചേച്ചിമാരോട് ചോദിച്ചു. നമ്മളെപ്പോലെയുള്ള ആരോ ആണ് കൂടത്തിലുള്ള 5 പേര്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെപ്പോലെ എന്ന് പറയത്തില്ല, നിങ്ങൾ എന്നോട് പിണങ്ങും. എന്നെ പോലെ. എടി ഇച്ചിരി ഞങ്ങൾക്കൂടെ തന്നേ, ഞങ്ങളോട് ഒന്ന് കത്തിക്കട്ടെ മണവാളൻ. ഉടനെ മറ്റവളുമാര് നമ്മൾ പറയും ഭയങ്കര ബുദ്ധിമതികളായ. സ്വത്രം ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിന്റെ
ഹൃദയം വേണം, സമ്മതിക്കുന്നു, സ്തോത്രം. എല്ലാത്തിനും ഉണ്ടല്ലോ വകുപ്പ് അതിനകത്ത്. ഹല്ലേലൂയ. പിന്നെ കൂടെ ഇരുന്ന് 5 പേര് പറയാ, ഞങ്ങൾക്കും നിങ്ങൾക്കും തികയാതെ വന്നാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യും, പട്ടണത്തിൽ പോയി വിൽക്കുന്നവരുടെ അടുത്ത് പോയി വാങ്ങാൻ പറഞ്ഞു. സ്തോത്രം. ഞാനായിരുന്നേ ആ എണ്ണ കത്തിത്തീരുന്നോടം വരെ ഒന്ന് വെയിറ്റ് ചെയ്താനെ, വരുമോന്നറിയാൻ. സ്തോത്രം. എന്നാലും പട്ടണം വരെ പോകണം. പട്ടണം വരെ പോകും. ഇപ്പൊ നമ്മളാണെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇടും, പട്ടണത്തിൽ പോയിട്ട് വരാനുള്ള സമയം. അപ്പം ഈ സമയം കൂടെ കത്തുവാണെങ്കിൽ വന്നാ പോകാലോ. പാവങ്ങൾ അപ്പോഴേ ഓടി വിളക്ക് കൊടുത്തുണ്ട്. ഞാൻ പറയുന്നത് ഈ 5 പേരെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു മറ്റോളുമാരാ. സ്തോത്രം അല്ലേ? നമുക്കും ആഗ്രഹമല്ലേ സ്വർഗത്തിൽ പോകാൻ? എന്തോ ആഗ്രഹം അല്ലേ? ജീവ വൃക്ഷത്തിന്റെ ഫലമുണ്ട് തിന്നാൻ, നദികളുണ്ട്, അരുവികളുണ്ട്, ഭയങ്കര രക്ഷ. ഭയങ്കര രസ. തേലും പാലും ഒഴുകുന്ന കനാൻ ദേശം. അവിടെ ഇഷ്ടം പോലെ കഴിക്കാൻ. ഗ്യാസ് വേണ്ട, കറണ്ട് ചാർജ് അടയ്ക്കണ്ട, വാടക കൊടുക്കണ്ട. എന്തൊരു അടിപൊളി ജീവിതം അല്ലേ? അപ്പൊ ഇത് ആർക്കൊക്കെ ഇഷ്ടം? എല്ലാവർക്കും ഇഷ്ടം, 10 പേർക്കും ഇഷ്ടം. ഹല്ലേലൂയ. ഇവളുമാർ ഓടി പട്ടണത്തിൽ ചെന്നു, കടയടച്ചു, വിട്ടോ. അന്ന് ഇനി ആ സെക്കൻഡ് വരവിൽ പോകാം. ചെല്ലു പറയുന്ന പോലെ മര്യാദ യേശു വരുമ്പോൾ പോകാൻ ആരും തയ്യാറല്ല. പറയുക അത് കഴിയുമ്പോഴത്തേക്കും എന്നാ രക്തസാക്ഷിയാകുന്നവര് പോകും. അതിന് പോകാതിരിക്കുക. നല്ല പോക്കി പോകാൻ പറ്റുന്നില്ല, പിന്നെ രക്തസാക്ഷി. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഇവളുമാര് പറയാ, കടയടച്ചെന്ന് നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത തോണെ പോകാം. പറഞ്ഞോ. കടക്കാരനെ വിളിച്ചെണീപ്പിച്ച് എണ്ണ മേടിച്ച് ഓടിച്ചെല്ലുമ്പോഴത്തേക്കും വചനം വായിച്ചു വരുമ്പോൾ എനിക്കത് വായിക്കുമ്പോൾ ഭയങ്കര സങ്കടം. ഞാൻ ഈ സഹോദരിമാരുടെ ആ വിഷമം, അവരുടെ ആ ആഗ്രഹം, ഞാനായിരുന്നു തുറന്നു കൊടുത്തേനെ. ഹല്ലേലൂയ. ഞാനായിരുന്നു തുറന്നു കൊടുത്തേനെ. പക്ഷെ കൃപയുടെ കാലം അവസാനിച്ചാൽ പിന്നെ മനസാക്ഷി ദൈവം കാണിക്കത്തില്ല. ഇപ്പൊ നീ അടിച്ചു പൊളിച്ചോ, ഇപ്പൊ തുള്ളിക്കോ, ചാടിക്കോ, എന്തും കാണിച്ചോ, കർത്താവ് കൂടെയുണ്ട്. ഞാൻ കർത്താവിനോടെല്ലാം പറയുന്നുണ്ട്. ഓക്കെ, നമ്മളോട് പറയാത്തോണ്ടല്ലേ, കുഴപ്പമില്ല. കർത്താവിനോടെങ്കിലും പറയുന്നുണ്ടല്ലോ. കർത്താവിനോടെല്ലാം പറയാം, എന്നെ കർത്താവിനറിയാം. കൊള്ളാം. സ്തോത്രം. കൃപയുടെ വാതിൽ അടഞ്ഞാൽ നിനക്ക് വേണ്ടി തുറക്കത്തില്ല. ഞാൻ പെട്ടെന്ന് നിർത്തുക. കർത്തൃമേശയുണ്ട്, തിരുമേശയുണ്ട്. ഈ വാതിൽ അടയാൻ അധിക നാളില്ല. ഇന്ന് ഈ അടുത്ത സെക്കൻഡിൽ ഈ കൃപയുടെ വാതിൽ അടയുമെന്ന് നമുക്ക് അറിയത്തില്ല. ചേർന്ന് വെച്ച സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഈ സഹോദരിമാർ മടങ്ങി വന്നപ്പോൾ അവരെ അറിഞ്ഞു, മണവാളൻ വന്നു. വിളക്ക് കത്തിച്ചോണ്ടിരുന്ന തന്റെ 5 സഹോദരിമാരെ, കൂട്ടു സഹോദരിമാരുമായിട്ട് മണവാളൻ മണിയറയിൽ പ്രവേശിച്ചു. വിട്ടോ പറ, പുറത്തുള്ള സഹോദരിമാര് വിട്ടോ? പിന്നെ മുട്ടി വിളിച്ചു, കർത്താവേ മനസ്സലിയണം. അകത്തുനിന്ന് ഒരു ശബ്ദം പുറത്തു വന്നു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഒരു ബന്ധവും പറഞ്ഞില്ല. ഇവിടെ എക്സ് വിശ്വാസി എന്ന് പറഞ്ഞില്ല. എനിക്ക് വേണ്ടി ഓടിയവളെന്ന് പറഞ്ഞില്ല. എണ്ണ മേടിക്കാൻ പോയവളെന്ന് പറഞ്ഞില്ല. കടക്കാരനെ മുട്ടി തുറന്ന് വിളിച്ചവളെന്ന് പറഞ്ഞില്ല. തിരികെ വന്ന് പരാജയം സമ്മതിച്ച് മടങ്ങിപ്പോയതായിട്ട് അവിടെ എഴുതിയില്ല. അവർ പിന്നെയും മുട്ടി വിളിച്ചു, ഞാൻ നിന്നെ അറിയുന്നില്ല. നീ ഉയരത്തിൽ ചെല്ലുമ്പോൾ സാക്ഷ്യം പറയുന്ന 3 പേരുണ്ട്: ജലം, രക്തം, ആത്മാവ്. മറന്നു പോകരുത്. നീ ഇവിടെ 100 കണക്കിന് സാക്ഷ്യം വിളിച്ചു പറഞ്ഞാലും, കോടികളുടെ സാക്ഷ്യം വിളിച്ചു പറഞ്ഞാലും, സ്വർഗത്തിൽ ചെല്ലുമ്പം 3 പേര് നിനക്ക് വേണ്ടി സാക്ഷ്യം പറയാൻ വരും. അത് വചനം പറയുന്നു. 1 രക്തം, 2 ജലം, 3 ആത്മാവ്. ജലം പറയും, ഇവൻ എന്നിൽ അടക്കപ്പെട്ടതാണ്, ഇവൻ എന്നിൽ മരിച്ചതാണ്. രക്തം പറയും, ഇവന്റെ ഹിമം പോലത്തെ പാപങ്ങൾ, രക്താംബരം പോലത്തെ പാപങ്ങൾ ഞാൻ ഹിമം പോലെ വെളുപ്പിച്ചുവെന്ന് രക്തവും സാക്ഷ്യം പറയും. പക്ഷേ 3ാമത്തെ സാക്ഷ്യം നിനക്ക് അനുകൂലമാകാൻ നീ കൃപയിൽ ആശ്രയിച്ചോ.
മൂന്നാമത്തെ വ്യക്തിയായ ദൈവത്തിന്റെ ആത്മാവ് നിനക്കെതിരെ നിനക്ക് വേണ്ടി സാക്ഷ്യം പറയുവാൻ ഈ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് മാനസാന്തരപ്പെട്ടോ ഇന്ന് പകൽ ദൈവ കൃപയ്ക്കകത്ത് മടങ്ങി വരണം. അതാ ക്രിസ്തീയ ജീവിതം. അതാ ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. ആത്മാവ് പറയണം ദൈവത്തോട്, ഇവൻ എന്റെ ആലോചന പ്രകാരം നടന്നവനാണ്. ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു തരും. ഞാൻ നിനക്ക് നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരും. ഞാൻ നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരും. ആത്മാവിന്റെ ചുമതലകളാണ്. ഈ ചുമതലകൾ നിവർത്തിക്കുന്ന ആത്മാവ് നിനക്ക് അനുകൂലമായി റിപ്പോർട്ട് സ്വർഗത്തിൽ കൊടുത്തില്ലെങ്കിൽ കൃപായുഗത്തിന് അവസാനം, അല്ലെങ്കിൽ മൂക്കിലെ ശ്വാസം അവൻ ഈ ഭൂമിയുടെ പരപ്പിൽ നിന്ന് വലിക്കാൻ പറ്റാത്ത സാഹചര്യം, മരണം നിന്നെ വേർപ്പെടുത്തുമ്പം നീ ചോദ്യോത്തര വേളയിലേക്ക് കടന്നു ചെല്ലേണ്ട വരും. ചേർന്ന് സ്തോത്രം ചെയ്താണ്. കർത്താവിന്റെ തിരുമേശയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്.